Hello everyone, welcome back to Artographics. So ഇന്നത്തെ വീഡിയോ നമ്മളൊരു സ്നാപ്സീഡ് ട്യൂട്ടോറിയലാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ നോർമൽ ഡേ ലൈറ്റിൽ എടുത്തൊരു ഫോട്ടോയെ എങ്ങനെ ഒരു മൂൺലൈറ്റ് എഫക്റ്റ് കൊടുത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ഫോട്ടോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ചെയ്യുന്നതാണ്. അതും ബോത്ത് PC ആൻഡ് മൊബൈൽ ട്യൂട്ടോറിയൽസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, let's get into the video. സോ ആദ്യമായിട്ട് ഞാനിവിടെ നമ്മുടെ ഫോട്ടോ സ്നാപ്സീഡിൽ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ഞാനിവിടെ ബ്രൈറ്റ്നെസ് നല്ലപോലെ കുറയ്ക്കുവാണ് ആൻഡ് കോൺട്രാസ്റ്റും കുറയ്ക്കുന്നു. സാച്ചുറേഷൻ നമുക്കിപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യണ്ട. ഞാൻ ആംബിയൻസ് എന്നിട്ട് കുറച്ച് കുറയ്ക്കുകയാണ് ആൻഡ് ഷാഡോസും നല്ലപോലെ കുറയ്ക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ വാംത്തിലാണ് മെയിൻ കാര്യം ഇരിക്കുന്നത്. അതായത് നമ്മൾ വാംത്ത് നല്ലപോലെ കുറയ്ക്കുക. സോ ഇപ്പം നമുക്ക് കണ്ടാൽ മനസ്സിലാവും നല്ലൊരു ആ ഒരു മൂൺലൈറ്റ് എഫക്റ്റ് നമുക്കിപ്പം തന്നെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന രീതിയിൽ സാച്ചുറേഷൻ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഓർ കൂട്ടണമെങ്കിൽ കൂട്ടാം. അതുപോലെ തന്നെ ഹൈലൈറ്റ്സും. പിന്നെ ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഹൈലൈറ്റ്സ് നമ്മളിപ്പോൾ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോയിലെ ഡീറ്റെയിലിങ് കൂടും. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണ്ടുന്ന രീതിയിൽ ഹൈലൈറ്റ്സ് കൂടും. എന്നിട്ട് സൈഡിലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു മൂൺലൈറ്റ് എഫക്റ്റ് അവിടെ ആഡ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് വേറെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കൂടെ വരുത്തണം. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇവിടെ കർവ്സിൽ പോവുകയാണ്. കർവ്സിൽ പോയിട്ട് RGB കർവ് എടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ പോയിന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. സോ ഡ്രാഗ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ടിക്ക് കൊടുക്കുന്നു വീണ്ടും. ഇനി ഞാൻ വീണ്ടും കർവ്സ് എടുക്കുന്നു. കർവ്സ് എടുത്തതിന് ശേഷം വീണ്ടും RGB കർവാണ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ ഒരു കുറച്ച് കോൺട്രാസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നോർമലി നമ്മൾ ചെയ്യുന്ന S കർവില്ലേ, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുകയാണ്. ഇനി ഞാൻ അവിടെ റെഡ് കർവിലേക്ക് പോവുകയാണ്. എന്നിട്ട് സെൻറ്ററിലായിട്ട് ഒരു പോയിന്റ് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് തറയിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ്. ഇനി ഞാൻ ആ ബ്ലൂ കർവ് കൂടി എടുക്കുകയാണ്. എന്നിട്ട് ബ്ലൂ കർവിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ട് മുകളിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ സാച്ചുറേഷൻ ഇച്ചിരി കൂടുതലായിട്ട് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഇച്ചിരി സാച്ചുറേഷൻ ഒന്ന് കുറയ്ക്കുകയാണ്. ഞാൻ നമ്മുടെ ഈ മെയിൻ സബ്ജക്റ്റിൻ്റെ ആ ഫേസിൻ്റെയും ആ കൈയുടെയൊക്കെ റീജിയണ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി നമ്മുടെ സെലക്റ്റീവ് എഡിറ്റ് എടുത്തിട്ട് അവിടെ മാത്രമായിട്ട് ജസ്റ്റ് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്തുകയാണ്. ഞാൻ ബ്രൈറ്റ്നെസ് ഒന്ന് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് കോൺട്രാസ്റ്റും കുറച്ച് ഒന്ന് ഇൻക്രീസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ആ നമ്മുടെ സബ്ജക്റ്റ് മെയിനായിട്ട് കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് നമ്മുടെ ആ മെയിൻ സബ്ജക്റ്റിൻ്റെ ആ ക്യാപ്പിൻ്റെയും അതുപോലെ തന്നെ ആ കയ്യുടെയൊക്കെ എഡ്ജസ്റ്റിൽ ഒരു ഗ്ലോ കൊണ്ടുവരാൻ പോവുകയാണ്. സോ അതെങ്ങനെയാണെന്നാണ് എനിക്ക് പറയാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ബ്രഷ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും അതിനകത്ത്, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ എക്സ്പോഷർ എന്ന് പറയുന്ന ഒരു ബ്രഷ് കാണും, അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതൊരു 0.7 1 നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോ സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് ആ ഗ്ലോ വരേണ്ട എഡ്ജസിൽ മാത്രം ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ മാക്സിമം സൂം ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഞാനിപ്പോൾ ആ എക്സ്പോഷർ ബ്രഷ് യൂസ് ചെയ്ത് അവിടെ ഫുള്ള് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മളവിടെ ആ എക്സ്പോഷറിനകത്ത് ഇറേസർ കൊണ്ടുവരിക. ആ തറയിലേക്കുള്ളൊരു ആരോ ഉണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് 2-3 വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇറേസർ വരും. സോ ഇപ്പം നമ്മൾ ആ ബ്രഷ് ഇറേസറായിട്ട് മാറിയിരിക്കുകയാണ്. ഇനി ഞാനിവിടെ ജസ്റ്റ് ആ ഇമേജ് ഒന്ന് സൂം ഔട്ട് ചെയ്യുന്നു. സൂം ഔട്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് ആ ബ്രഷ് വലുതാവുകയും ചെയ്യും, അതുപോലെ തന്നെ ബ്രഷ് കൂടുതൽ സ്മൂത്ത് ആവുകയും ചെയ്യും. സോ സൂം ഔട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ പെയിൻറ്റ് ചെയ്തതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഇറേസ് ചെയ്ത് കൊടുക്കുക. സോ കണ്ടില്ലേ, ഇപ്പം നമ്മൾ അവിടെ ഒരു സ്മൂത്തായിട്ടുള്ളൊരു ഗ്ലോ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ ആ ക്യാപ്പിൻ്റെ റീജിയണും ഇതുപോലെ തന്നെ ഗ്ലോ ആഡ് ചെയ്യുകയാണ്. സോ ഇപ്പം നമ്മൾ ആ ഗ്ലോ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ബ്രഷ് പോയിട്ട്
ആ ഡോഡ്ജ് ആൻഡ് ബേൺ എന്ന് പറയുന്ന ബ്രഷ് ചൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഫേസിലൊക്കെ ഒന്ന് ജസ്റ്റ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫേസും കുറച്ച് ജസ്റ്റ് ഒന്ന് ബ്രൈറ്റൻ ചെയ്തിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ ഈ ഫോട്ടോയിൽ കൂടുതൽ എഡിറ്റ്സ് ഒക്കെ വരുത്താവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങളുടെ ഈ ഫോട്ടോ ഒന്ന് മൂടി ആക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കർവ്സിൽ പോയിട്ട് RGB കർവ് എടുത്തിട്ട് ആ തറയിലെ ആ പോയിന്റ് ജസ്റ്റ് മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു മൂടി അറ്റ്മോസ്ഫിയർ കിട്ടുന്നതാണ്. വേണമെങ്കിൽ ചെയ്യുക, ഓർ വേണ്ടെങ്കിൽ ചെയ്യേണ്ട. പിന്നീട് നിങ്ങൾക്ക് വിനിയേറ്റ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ കണ്ടൻറ്റ്സ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.